ഗൈസ് അപ്പം ഞാൻ മൈക്കിളെന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയായിരുന്നു, മൈക്കിൾ ജാക്സൻ്റെ. അപ്പം ഞാൻ പോയിട്ട് വന്നതന്നെ ഞാൻ വ്ളോഗിൽ അത് എടുത്തായിരുന്നു. വലുതായിട്ട് റിവ്യൂ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഒന്ന് റിവ്യൂ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇതിട്ടിട്ടേ എന്തായാലും അത് ഇടുകയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ ഒന്നും എഡിറ്റൊന്നും ചെയ്തില്ല. ഇത് വൺ ഷൂട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഗൈസ്. അപ്പം ഈ സിനിമയിൽ ഫസ്റ്റ് നമുക്ക് ആദ്യം ഈ സിനിമ കാണുമ്പം തോന്നും കൊള്ളത്തില്ലെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ എന്ന് വെച്ചാൽ അഭിനയിച്ച മൈക്കിൾ ജാക്സൻ്റെ ബ്രദറിൻ്റെ സൺ അത്ര സാമ്യം നമുക്ക് തോന്നത്തില്ല. ലാസ്റ്റിലോട്ടൊക്കെ ആകുമ്പം പക്ഷേ എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്കിൾ ജാക്സൻ്റെ കൊച്ചിലത്തോട്ടുള്ള കാര്യമാണ്. പിന്നെ അപ്പോൾ ഗൈസ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് അവിടെ. അപ്പം അതിൽ കാണിക്കുന്ന മൈക്കിൾ ജാക്സൻ്റെ കൊച്ചിലത്തോട്ടുള്ള ലൈഫാണ്. പിന്നെ അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പടത്തിൽ പറഞ്ഞേക്കുന്നത് കഥ. പക്ഷെ അവർ കാണിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് മൈക്കിൾ ജാക്സൻ്റെ ലൈഫ് മാത്രം. എന്ന് വെച്ചാൽ അവസാനം മരിക്കുന്നതിന് മുമ്പ് പ്രശ്നങ്ങളായതോ കേസിലായതോ അതൊന്നും അവർ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇനിയും വെറുതെ മരിച്ചു കഴിഞ്ഞിട്ട് അയാളെ പറ്റി നല്ലത് പറഞ്ഞാലും അതിനെ കുറ്റം പറയാൻ നടക്കുന്ന ആളുകളുണ്ട് ഗൈസ്. ആ സിനിമയിൽ ഒരു സീനിലൊക്കെ കാണിക്കുന്നുണ്ട് മൈക്കിൾ ജാക്സൻ്റെ മുടിയിൽ തീ പിടിക്കുന്നതായിട്ടൊക്കെ. അത് റിയൽ ലൈഫിൽ സംഭവിച്ച കാര്യമാണ്. മൈക്കിൾ ജാക്സനെ പുറം രാജ്യത്തുള്ളവർക്കൊക്കെ ഈ കഥ അത്യാവശ്യം അറിയാം. ബട്ട് കേരളത്തിലുള്ളവർക്ക് അറിഞ്ഞൂടാ, പക്ഷെ മിണ്ടായിരിക്കത്തില്ല. അങ്ങനത്തെ അവസ്ഥയാണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്കിൾ ജാക്സൻ്റെ മുടി തീ പിടിച്ചിട്ടുണ്ട് പണ്ട്, അത് സീനിലും ഉണ്ട് ഇത്. പക്ഷെ അത് എൻ്റെ അറിവിൽ റൂമിൽ വെച്ചെങ്ങാണ്ടാണ് ഇത് ഷോയിൽ വെച്ചാൽ നടക്കുന്നത് എന്നാണ് കാണിച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് കേരളത്തിലുള്ളവർ ഇപ്പോഴും പറയുന്ന മൈക്കിൾ ജാക്സൺ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ. അദ്ദേഹം ആ സിനിമ കാണിക്കുന്നതിന് വെളുക്കാൻ കാരണം പിഗ്മെൻറ്റേഷൻ പോകുന്ന എന്തോ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഡ്രഗ് അഡിക്ഷൻ അല്ല, അങ്ങനെ അദ്ദേഹം തലയുടെ അത്ര ഭാഗം പോയതുകൊണ്ട് പെയിൻ കില്ലർ ഉപയോഗിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തിനിങ്ങനെ പറയുന്നതെന്ന് എന്നോട് ആസ് എ മൈക്കിൾ ജാക്സൺ ഫാൻ എനിക്ക് പടം കത്തിയിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ ഈ വെറുതെ പോയിട്ട് ഇംഗ്ലീഷ് പടമാണ് കൊള്ളത്തില്ല, എൻ്റെ അടുത്ത് ഇരുന്ന ഒരാളുണ്ട്, ഇംഗ്ലീഷല്ലേ ഇത് കൊള്ളത്തില്ല, അങ്ങനെ അതെന്തിനാ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇംഗ്ലീഷുകാരെടുത്ത സിനിമ എന്ത് സിനിമയാവൂല്ലേ, ഇംഗ്ലീഷല്ലേ ഇത് കൊള്ളത്തില്ല എന്ന്. ഫസ്റ്റ് ഡേ 2048 crores കളക്ഷൻ കിട്ടിയത്, എന്നിട്ട് അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയേക്കുന്ന. എന്തിനാ പിന്നെ കാണാൻ കയറുന്ന ഇവരൊക്കെ? അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകണ്ട. ഓക്കെ, അപ്പം കാണാൻ പോകുന്ന ഒരു മൈക്കിൾ ജാക്സൺ ഫാൻ, മൈക്കിൾ ജാക്സൻ്റെ പാട്ട് ഒത്തിരി രീതിയുണ്ട് ഗൈസ്, ഡാൻസും ആ ആക്ടറിനെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. കറക്റ്റ് മൈക്കിൾ ജാക്സൻ്റെ സ്റ്റെപ്പുകളെല്ലാം ചെയ്തേനെ. ആസ് എ മൈക്കിൾ ജാക്സൺ ഫാൻ എനിക്കിഷ്ടപ്പെട്ടു. മൈക്കിൾ ജാക്സനെ ഇഷ്ടമാണെങ്കിൽ പോയി കാണുക, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഗൈസ്. നല്ലൊരു പടം, ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് സീനുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി ഗൈസ്. അപ്പം എനിക്കിഷ്ടപ്പെട്ടു, അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ വേറെ ആരുടെ ഒപ്പീനിയൻ പറയുമല്ല, എൻ്റെ ഒപ്പീനിയൻ എനിക്കിഷ്ടപ്പെട്ടു. കുറേ പേര് ഇംഗ്ലീഷാണ് കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഇംഗ്ലീഷ് പടമൊക്കെ ഇഷ്ടമാണ്. അപ്പം പിന്നെ കാണാം ഗൈസ്.